നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഫെബ്രുവരി 7 മുതൽ 9 വരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു IPOയുടെ വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഋഷി പെരിഫറൽസ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ചുരുക്കപ്പേര് RP ടെക് എന്നാണ്. അങ്ങനെയാണ് ഈ കമ്പനി അറിയപ്പെടുന്നത്. ICT പ്രോഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കമ്പനി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ കമ്പനികളുടെ എല്ലാം തന്നെ ഉപകരണങ്ങൾ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് RP ടെക് എന്ന ഈ കമ്പനിയാണ്. അതിൻ്റെ IPO ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 600 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ 7 മുതൽ 9 വരെ ഓപ്പൺ ആയിരിക്കുന്ന ഈ RP ടെക് എന്നുള്ള കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഋഷി പെരിഫറൽസ് ലിമിറ്റഡ് RP ടെക് എന്നറിയപ്പെടുന്ന ഈ കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ICT കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് മാത്രം ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, പ്രീസെയിൽ ആക്ടിവിറ്റീസ്, സൊല്യൂഷൻ ഡിസൈൻ, ടെക്നിക്കൽ സപ്പോർട്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സർവീസസ്, ക്രെഡിറ്റ് സൊല്യൂഷൻസ്, പിന്നെ വാറണ്ടി മാനേജ്മെൻറ്റ് സർവീസസ്, ഇതെല്ലാം നിർവഹിക്കുന്ന ഒരു കമ്പനിയാണ് RP ടെക് എന്നുള്ളത്. വളരെ മികച്ചൊരു മാർക്കറ്റിംഗ് സ്ട്രെങ്ത്താണ് കമ്പനിക്കുള്ളത്. 50ഓളം ബ്രാഞ്ചുകൾ പാൻ ഇന്ത്യ ആയിട്ട് കമ്പനിക്കുണ്ട്. അത് മാത്രമല്ല, RP ടെക്കിന് 63 വെയർ ഹൗസസ് ഇന്ത്യയിലുടനീളമായിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം 680 ലൊക്കേഷനിലുള്ള അവരുടെ 8402ഓളം വരുന്ന ചാനൽ പാർട്ട്നേഴ്സിന് നല്ല സേവനം നൽകാനായിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ എംപ്ലോയീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും 1433 എംപ്ലോയീസാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അവരുടെ പേറോളിലുള്ളത്. അതിൽ 549 പേര് അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം അംഗങ്ങളാണ്. പിന്നെ ഒരു 64-65 പേരോളം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന സ്റ്റാഫുമുണ്ട്. RP ടെക് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഈ ലോഗോ കാണുന്ന കമ്പനികളുടേതാണ്. വലിയ കമ്പനികളെല്ലാം തന്നെ ഇതിൽ കാണുന്നുണ്ട്. ഗൂഗിള്, ഇന്റൽ, ലൂമിനസ്, സാംസങ്, ഫിലിപ്സ് തുടങ്ങിയിട്ടുള്ള വലിയ കമ്പനികളുടെ ഒരു നിര തന്നെയാണ്. ഈ പേജിൽ ഒതുങ്ങുന്നില്ല. അടുത്ത ഫ്രെയിമിൽ കൂടി ഞാൻ കുറച്ച് കമ്പനികളുടെ കൂടി കാണിക്കാം. ഇതിൽ നിന്ന് തന്നെ ഈ RP ടെക് എന്നുള്ള കമ്പനിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഋഷി പെരിഫറൽസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് വീണ്ടും നീളുകയാണ്. ആസൂസ് ഗ്ലോബൽ, ഡെൽ ഇന്റർനാഷണൽ, HP ഇന്ത്യ സെയിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ ലോജിടെക് ഏഷ്യ, NVIDIA കോർപ്പറേഷൻ, ഇന്റൽ അമേരിക്ക, വെസ്റ്റേൺ, അതുപോലെ തന്നെ LG ഇലക്ട്രോണിക്സ്, അങ്ങനെ നിരവധി, തോഷിബ തുടങ്ങിയിട്ടുള്ള നിരവധി കമ്പനികൾ. ഇനി നമുക്ക് പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കൃഷ്ണകുമാർ ചൗധരി, അദ്ദേഹമാണ് ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ആ വട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇവരുടെ എല്ലാം കുറച്ച് പേരുടെ ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടാമത് നിൽക്കുന്നത് ചെയർമാനാണ്. അപ്പോൾ കൃഷ്ണകുമാർ ചൗധരിക്ക് കൂടാതെ കേശവ് കൃഷ്ണകുമാർ ചൗധരി, സുരേഷ് കുമാർ പൻസാരി, കപാൽ സുരേഷ് പൻസാരി, ചാമൻ പൻസാരി, പിന്നെ കൃഷ്ണകുമാർ ചൗധരിയുടെ ഫാമിലി ട്രസ്റ്റ്, സുരേഷം പൻസാരിയുടെ ഫാമിലി, ഇത്രയുമാണ് അവൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 89.65% ഓഹരികളാണുള്ളത്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 63.41% കുറയുന്നുണ്ട്. ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 റവന്യൂ 5925.05 കോടി രൂപയാണ്. 2022 അത് 9321.92 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 2023 അത് 9468.95 ഇത് അടുത്ത കോളം ഹാഫ് ഇയർലി ആണ്. 2023-24 വർഷത്തെ ഹാഫ് ഇയർലി കണക്കാണ്. അത് 5468.5 വന്നു. ഹാഫ് ഇയർലി മാത്രം അത്രയും മികച്ച പ്രകടനം വന്നിട്ടുണ്ട്. നെറ്റ് ഇൻകം നോക്കാം. 38.23 കോടി രൂപയായിരുന്നു 2020. അത് അടുത്ത വർഷം 136.35 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 182.51 കോടി രൂപയായിട്ട് അറ്റാദായം 2022 വർദ്ധിച്ചെങ്കിൽ അടുത്ത വർഷം 123.34 അത് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത വർഷം
അതായത് ഹാഫ് ഇയർലി മാത്രം നോക്കുകയാണെങ്കിൽ 72.02 ആണ് നെറ്റ് ഇൻകം കാണിക്കുന്നത്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും 2022-23 നോക്കുകയാണെങ്കിൽ 1.58% റവന്യൂവിൽ വർധനവുണ്ടായിട്ടുള്ളത്. എങ്കിൽ അത് നെറ്റ് ഇൻകത്തിൽ അല്ലെങ്കിൽ അറ്റാദായത്തിൽ 32% ഇടിവാണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം 2020, 21, 22 വരെയുള്ള കാലഘട്ടങ്ങളിൽ കോവിഡ് കാലത്ത് ഈ ബിസിനസ് വല്ലാതെ മികച്ചു നിന്ന ഒരു സമയമാണല്ലോ. എല്ലാവരും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലേക്കും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ICT മേഖല വളരെ മികച്ചു നിന്നിരുന്ന ഒരു സമയമാണ്. അതിനുശേഷം ഒന്ന് മാർക്കറ്റ് വല്ലാതെ ഒന്ന് അഫക്റ്റഡ് ആയി, മാർജിൻ പ്രഷേഴ്സ് വന്ന കാരണം. പക്ഷേ ഹാഫ് ഇയർലി നോക്ക് 2024 കാലഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി വീണ്ടും സ്ഥിതി മെച്ചപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 600 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികളാണ് മാർക്കറ്റിലേക്ക് കമ്പനി നൽകുന്നത്. അപ്പോൾ 600 കോടി സ്വരൂപിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവരുടെ പ്രധാനമായിട്ടും അവരുടെ ചില പേയ്മെൻറ്റ്സ് കൊടുത്തു തീർക്കുന്നതിനും കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടും അതിലെ നല്ലൊരു ഭാഗം ഉപയോഗിക്കും. അതുകൂടാതെ ബാക്കി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നും അതിനുശേഷം വരുന്ന ഫണ്ട് അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നുമാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പിയർ കമ്പനി നോക്കുകയാണെങ്കിൽ റെഡിങ്ടൺ ഇന്ത്യ എന്നുള്ളൊരു കമ്പനിയാണ്. അതിൻ്റെ ബേസിക് EPS 17.82 ആണ്. ഋഷി പെരിഫറൽസിൻ്റെ 29.5 ബേസിക് ആയിട്ടുള്ള EPS. ഇനി നമുക്ക് ലീഡ് മാനേജേഴ്സ് ആരാന്ന് നോക്കാം. JM ഫിനാൻഷ്യൽസും ICICI സെക്യൂരിറ്റീസുമാണ് ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ്. അതുപോലെ ലിങ്കിൻ ടൈം ആണ് ഇതിൻ്റെ രജിസ്ട്രാർ. ഇനി ഋഷി പെരിഫറൽസിൻ്റെ IPO വിശേഷം ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 7 മുതൽ 9 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 295 രൂപ മുതൽ 311 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. 600 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളുടേതാണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. 48 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യേണ്ടത്. 48 ഓഹരികളാണ് മിനിമം. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. HNIs ആണെങ്കിൽ 67 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്, 15% HNIസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് അലോട്ട്മെൻറ്റ് കൊടുക്കുന്നത്. 5 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ഫെബ്രുവരി 12 ആയിരിക്കും. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നത് ആണ് ഈ കമ്പനി. അത് 14 ആയിരിക്കും ലിസ്റ്റിംഗ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഈ കമ്പനിയെ കുറിച്ച് മറ്റൊരു കാര്യം അറിയേണ്ടത്, ഇത് ഇഷ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 23.3 കോടി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2049.48 കോടി രൂപയ്ക്കുള്ളതുമായിരിക്കും. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം 1997 ഒന്നിക്കൊന്ന് അവർ ബോണസ് കൊടുത്തതാണ്. 2000 441 എന്നാണ് 2000 മാർച്ചിൽ അവർ ബോണസ് കൊടുത്തത്. അതുപോലെ തന്നെ 24/1 എന്നുള്ളതായിരുന്നു മാർച്ച് 2022 അവർ ബോണസ് കൊടുത്തത്. അപ്പോൾ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2022-23 കാലഘട്ടങ്ങളിൽ വളരെ മികച്ചു നിന്നിരുന്ന ഈ കമ്പനി 2023 ചെറിയ ഒരു അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിലൊക്കെ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. മാർജിൻ പ്രഷേഴ്സ് എല്ലാമാണ് അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. എന്നാൽ 2024 കണക്കുകൾ പരിശോധിക്കുമ്പോൾ കമ്പനി അതിൽ നിന്നെല്ലാം കരകയറി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ICT രംഗത്തുള്ള വലിയ കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ മിഡ് ടേം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വളരെ ധൈര്യമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ഒരു ലിസ്റ്റിംഗ് ഗെയിനും ചെറുതായിട്ട് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. RP ടെക്കിൻ്റെ IPO വിശേഷം കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. മറ്റ് നിരവധി IPOകൾ ഇനി വരാൻ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പിരിയാം. ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.